നമസ്കാരം. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റവ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റവ ഉപ്മാവിനെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ള ടിപ്സാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം പാനിനെ മീഡിയമാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ചെറുതാക്കിയിട്ട് അതിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ സൺഫ്ലവർ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ചെറുതാക്കിയിട്ട് റവേനെ എണ്ണയിൽ 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ റവ വെന്തതിന് ശേഷം ഒട്ടാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ റവയുടെ കളർ ഒട്ടും മാറരുത്. പിന്നെ റോസ്റ്റായ സ്മെല്ലും നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ റവ നന്നായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും. 10 മിനിറ്റ് റോസ്റ്റാക്കിയതിന് ശേഷം നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ പാനിൽ തന്നെ വീണ്ടും ഞാനൊരു 4 ടീസ്പൂൺ സൺഫ്ലവർ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ടിട്ട് ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ചുവന്ന കളർ വരുമ്പോൾ വീണ്ടും ഫ്ലെയിം ചെറുതാക്കിയിട്ട് നമുക്കതിലേക്ക് പച്ച നിലക്കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു വലിയ ഉള്ളി കട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഇഞ്ചി ചെറുതായി കട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് കരിവേപ്പില. പച്ചമുളക് വന്നിട്ട് നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഉള്ളീനെ വാട്ടിയെടുക്കാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഉള്ളി വാടി കിട്ടുന്നതായിരിക്കും. ഉള്ളിയുടെ കളർ ഒട്ടും മാറരുത്. ലോ ഫ്ലെയിമിൽ നമ്മൾ ഉള്ളീനെ ഫ്രൈ ചെയ്യുമ്പോൾ കളർ ഒട്ടും മാറാതെ തന്നെ നമുക്ക് അത് വെന്ത് കിട്ടുന്നതായിരിക്കും. ഉള്ളി വാടിയതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു കപ്പ് റവയ്ക്ക് 3 കപ്പ് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ. ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് നന്നായി തള വരുമ്പോൾ വീണ്ടും ഫ്ലെയിം ചെറുതാക്കിയിട്ട് വറുത്ത് വെച്ച റവേനെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമുക്ക് റവേനെ വേവിച്ചെടുക്കാൻ. റവ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്രഷായി കട്ട് ചെയ്ത് വെച്ച കൊത്തമല്ലിയുടെ ഇലേനെ ഗാർണിഷ് ചെയ്യാനിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം റവ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രഷായി കട്ട് ചെയ്ത് വെച്ച കൊത്തമല്ലിയുടെ ഇല ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കിനി സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. 1 ടീസ്പൂൺ നെയ്യ് വേണമെങ്കിൽ, നെയ്യ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നെയ്യും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ, നമുക്ക് റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ വേണം നമുക്ക് ഉപയോഗിക്കാൻ. അപ്പോഴാണ് ഉപ്പുമാവ് ഒട്ടാതെ കട്ടിയാവാണ്ടിരിക്കുള്ളൂ. പിന്നെ റവേനെ വന്നിട്ട് എണ്ണയിൽ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വറുത്തെടുക്കണം. അപ്പോഴാണ് റവ, അതുകൂടിയും ഒരു ടിപ്പാണ് റവ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റവ കളർ മാറരുത്, പിന്നെ റോസ്റ്റായ സ്മെല്ലും ഉണ്ടാവരുത്. അപ്പോൾ റവ വന്നിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കടുക്, ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ് ഒന്നും ബ്രൗൺ ആവരുത്. ലൈറ്റായിട്ട് ചുവന്ന കളറ് വന്നാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്മാവ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇത് വന്നിട്ട് നമുക്ക് തേങ്ങാ ചമ്മന്തിയുടെ കൂടെ കഴിക്കാം. അതിലേക്ക് കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് റവ ഉപ്മാവ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.